ഡോക്ടർ പ്രഭാകരൻ പലേരി, ഇങ്ങനെ അധിക്ഷേപിച്ചും അപഹസിച്ചും അപമാനിച്ചും ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റുമോ ബംഗ്ലാദേശിന്? ഭാരതം പല രീതിയിലും ബംഗ്ലാദേശിനെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ അബ്ദുള്ളയുടെ ഒരു വേർഷൻ നമ്മൾ കേട്ടു, ഇല്ലാതെയും സാധിക്കും, ബംഗ്ലാദേശ് പിന്നെ അതിന് സ്വാശ്രയത്വം ഉണ്ട്, അത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം? ബംഗ്ലാദേശ് തുടങ്ങിയ കാലം മുതൽ വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ മുന്നോട്ട് പോയ ഒരു രാജ്യമാണ്. ഏകദേശം പിടിച്ച് നിൽക്കുന്നുള്ള അവസ്ഥ വരുമ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു. അതിൻ്റെ പിറകിൽ പല ശക്തികളും ഉണ്ടാകാം. ഒരുപാട് യുദ്ധത്തിനുള്ള ബേസുകൾക്ക് വേണ്ടി ശ്രമിക്കാം. ബാക്കിയുള്ള രാജ്യങ്ങൾ, വളരെയധികം ശക്തിയുള്ള രാജ്യങ്ങളാണ് പുറത്തുള്ളത്. ഇന്ത്യയെ മാതിരിയും ഇന്ത്യയെക്കാളും ശക്തിയുള്ള രാജ്യങ്ങൾ പുറത്തുണ്ട്. അവരൊക്കെയാണ് ചെറിയ ചെറിയ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും. ഇപ്പോൾ ഉദാഹരണമായിട്ട് സിറിയയിൽ നടന്നത് നോക്കിയാൽ മനസ്സിലാവും. ആസാദിന് അവിടെ തന്നെ നിന്നിട്ട് യുദ്ധം ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവരെ നിയന്ത്രിക്കുന്നവർ അദ്ദേഹത്തെ അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ആ യുദ്ധം അവർ തുടങ്ങിയ അന്ന് മുതൽ അവർ വലിയ കഷ്ടത്തിലാണെന്ന് ഞാൻ പറയും. ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ബംഗ്ലാദേശിലുണ്ട്, ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് വന്നും പോയും അവർക്കൊന്ന് നിലനിൽപ്പ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പിന്നീടും പ്രശ്നങ്ങൾ വരും. അപ്പോൾ 2 or 3 പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചു. ഇതിപ്പം ഒരു പുതിയ സംഭവമാണ്, പക്ഷേ ഇതും അത് തന്നെയാണ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ബംഗ്ലാദേശിലുള്ള 2 ധ്രുവങ്ങളും ബൈപോളാർ എന്ന് ഞാൻ പറയാം. ആ രാജ്യത്തിനകത്ത് തന്നെയുള്ള 2 ധ്രുവങ്ങൾ, ഒന്ന് പോയി ഒന്ന് വന്നു. ഇനിയിപ്പോൾ അവർ തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 2 ധ്രുവങ്ങളിൽപ്പെട്ട എല്ലാ വ്യക്തികൾക്കും വളരെയധികം വിഷമം ഉണ്ടാകും. അല്ലെങ്കിൽ എന്തിനാണ് ബംഗ്ലാദേശുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്? ഈ റെഫ്യൂജീസിൻ്റെ ഒരു പ്രധാന കാരണം അവനവൻ്റെ രാഷ്ട്രത്തിൽ അവന് കാശ് കിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത രാജ്യത്തേക്ക് പോകുന്നത്. ഇതിപ്പം പല സംഭവ വികാസങ്ങൾക്കും കാരണമാകാം. അങ്ങനെ ഇത് ബംഗ്ലാദേശിൽ മാത്രമല്ല, ആഫ്രിക്കയിലൊക്കെ ഒരുപാട് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്താണ് ബംഗ്ലാദേശ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ബംഗ്ലാദേശ് വളരെ ശക്തിഹീനമായ ഒരു രാഷ്ട്രമായി തുടർന്നുകൊണ്ടേയിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതിന് സൊമാലിയയുടെ ഒരു 20 വർഷം സൊമാലിയ ഗവൺമെൻറ് ഇല്ലാതെ പോയിരുന്നു. എന്നിട്ടും ഐക്യരാഷ്ട്രസഭയിലെ അംഗത്വമുണ്ട്. അങ്ങനെയാവുമ്പോൾ എന്തായി? അതൊരു റെക്കഗ്നൈസ്ഡ്, അംഗീകരിച്ച രാഷ്ട്രമാണ്. അതുപോലെ ബംഗ്ലാദേശ് ഒരു പക്ഷേ ഒരു അംഗീകരിച്ച രാഷ്ട്രമായി. ഇപ്പോൾ ഗവൺമെൻറ് ഇല്ല അവിടെ. ഇനിയിപ്പോൾ 2005 അവസാനത്തിലാണ് ഇലക്ഷൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 2006 ഇലക്ഷൻ വരുന്നതെങ്കിൽ അതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ വരിക. അങ്ങനെയാണെങ്കിൽ 1 വർഷം കൂടെ അവർ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകേണ്ടി വരും. അങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ രാജ്യത്തുള്ള എല്ലാവരും വിഷമിക്കും. ഇപ്പോൾ തന്നെ മിലിറ്ററിക്ക് വരെ ശമ്പളം കിട്ടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പകുതിയാണ്. അത് ബംഗ്ലാദേശിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട്. ഒരു രാഷ്ട്രം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കുറയും. സീനിയർക്ക് കിട്ടുന്ന ശമ്പളം ജൂനിയർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അതുമാതിരി, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും കാരണമാകാം. ഇത് ഞാൻ തുടക്കത്തിൽ തന്നെ ബംഗ്ലാദേശിൽ കണ്ടതാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ബംഗ്ലാദേശിലെ അഭയാർത്ഥികൾ മുഴുവൻ ഇങ്ങോട്ട് വന്നു, ഇന്ത്യയിലേക്ക് വന്നു. അതാണ് ഒരു കാരണവും കൂടെ. ഇന്ത്യ പാകിസ്ഥാനെ ബംഗ്ലാദേശിൽ ആക്രമിക്കാനുള്ള കാരണവും കൂടി അതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വളരെ സങ്കടകരമായ ഒരു ദുരവസ്ഥയാണ് ബംഗ്ലാദേശിനുള്ളത്, അതുപോലെയുള്ള 4-5 രാജ്യങ്ങൾക്കും ഉള്ളത്. ആരുടെ ഏജന്റാണ്? നോബൽ ലോറേറ്റ് ഒക്കെയാണ്, പക്ഷേ എങ്കിലും ആരുടെ ഏജന്റ് ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്? ഒരു ഏജന്റ് ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഏജന്റിനെ കണ്ടാൽ മനസ്സിലാവും, അവരുടെ കൂടെ ജോലിയെടുത്താൽ മനസ്സിലാകും. പക്ഷേ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ബഹുമാനമുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ കണ്ടത് ഇദ്ദേഹം മാക്രോ എക്കണോമിക്സ് അവിടെ തുടങ്ങി. ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന സംഗതി ബംഗ്ലാദേശിൽ തുടങ്ങി. അതിന് മാക്രോ, നമ്മൾ ചിറ്റ് ഫണ്ട് മാതിരി, അതാണ് ഒരുതരം ചിറ്റ് ഫണ്ടാണത്. പക്ഷേ അതൊക്കെ ഫണ്ടഡ് അല്ലേ സാർ? അതെ, അവിടെയാണ് എനിക്ക് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ എക്കണോമിക്സിലല്ല അവാർഡ് കിട്ടിയത്, പീസ് പ്രൈസാണ് കിട്ടിയത്, സമാധാനത്തിനാണ്. അപ്പോഴാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു സംശയം. കാരണം അദ്ദേഹം സമാധാനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഗ്രാമീണ ബാങ്ക് ഉണ്ടാക്കി. അതുകൊണ്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് കുറി വെച്ചിട്ടും ചിറ്റ് ഫണ്ട് നടത്തിയിട്ടും ഉണ്ടായി, പലതരം ഗുണങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നോബൽ പ്രൈസ് എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് തന്നെ ഒരു പ്രത്യേകതരം ഏജൻസികളാണ്. എക്കണോമിക്സിൽ നോബൽ പ്രൈസ് ഇല്ല. അത് ആൽഫ്രഡ് നോബൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ
മരണപത്രത്തിൽ എക്കണോമിക് നോബൽ പ്രൈസ് കൊടുത്തിട്ടില്ല. നോബൽ പ്രൈസ് വന്നിട്ടുള്ളത് എക്കണോമിക്സിൽ നോബൽ പ്രൈസ് വന്നിട്ടുള്ളത് വളരെ കാലത്തിന് ശേഷമാണ്. അതിന് ചില പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ അവാർഡ് നോക്കിയിട്ടൊന്നും ഒരു വ്യക്തിയെ പ്രശംസിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് അന്ന് നോബൽ പ്രൈസ് എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടുന്നതിന് പകരം സമാധാനത്തിന് കിട്ടിയപ്പോഴാണ് എനിക്കൊരു സംശയം വന്നത്, എന്താണ് എൻ്റെ അവസ്ഥ എന്ന്. ഇപ്പോൾ വളരെ കാര്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം പെട്ടെന്നാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിന് മുമ്പൊന്നും അദ്ദേഹം അവിടെ ഒരു നേതാവായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിന് ശേഷമുള്ള പ്രവൃത്തികൾ കാണുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ കൊണ്ട് ഇത് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഞാൻ പറയുക. ഞാൻ വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കില്ല, കാരണം പലതരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു രാഷ്ട്രത്തിന് നമ്മളെപ്പോഴും ബഹുമാനിക്കണം. രാഷ്ട്രം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ്. ഇപ്പോൾ ഇന്ത്യയും ഒരു രാഷ്ട്രമാണെങ്കിൽ അതേമാതിരി തന്നെ നമ്മൾ ബാക്കിയുള്ള രാഷ്ട്രങ്ങളെ, നോർത്ത് കൊറിയയിലും റോക്ക് കൺട്രി എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഗവൺമെൻറ്റിനെ നമുക്ക് വിമർശിക്കാം, പക്ഷേ ഒരു രാഷ്ട്രത്തെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി മാതിരി അല്ലെങ്കിൽ ഒരു നാഷണൽ എൻറ്റിറ്റിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ, നമുക്ക് തുല്യമായിട്ട്. അത് വളരെ വളരെ ആവശ്യമാണ്. അതാണ് എൻ്റെ ജിയോ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി എന്ന വിഷയത്തിൽ ഞാൻ എപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ ഇത് തന്നെയാണ്. എപ്പോഴും നമ്മൾ രാഷ്ട്രത്തെ ബഹുമാനിക്കണം. പാകിസ്ഥാനെ അല്ല നമ്മൾ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് പറയേണ്ടത്. പാകിസ്ഥാൻ ഗവൺമെൻറ് അതിന് കഴിവില്ല എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. പാകിസ്ഥാൻ തകർന്നുപോയി എന്ന് പറയുന്നത് ശരിയല്ല. പാകിസ്ഥാനിലെ ഗവൺമെൻറ് തകർന്നുപോയി, ജനങ്ങൾ തകർന്നുപോയി എന്ന് പറയാൻ സാധിക്കും. അത് വളരെ കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. വേറൊരു രാജ്യത്തെ ബഹുമാനിക്കണം, വേറൊരു വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുന്ന മാതിരി, വേറൊരു കമ്പനിയെ ബഹുമാനിക്കുന്ന മാതിരി. അപ്പോൾ അങ്ങനെ ഞാൻ ബംഗ്ലാദേശിനെ കുറ്റം പറയില്ല. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നല്ലൊരു രാഷ്ട്രമാണ്, ഒന്നാം തരം രാഷ്ട്രമാണ്, വളരെയധികം വിഭവങ്ങളുള്ള രാഷ്ട്രമാണ്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഗംഗാനദി പത്മയായി മാറുന്നൊരു സ്ഥലമാണത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നോക്കുമ്പോൾ അവിടെ ഗവർണൻസ് ഇപ്പോൾ ഇല്ല എന്ന് ഞാൻ പറയും. ഇത് വേറെ പല തരത്തിലേക്കും മാറാൻ സാധ്യതയുണ്ട്. അതുതന്നെയാണ് സൊമാലിയയിൽ വളരെ മുമ്പ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുക എന്നുള്ളതും നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഭരിക്കുവാൻ, അവർക്ക് സഹായം കൊടുക്കാൻ ഒരു രാഷ്ട്രം വേണം, ഒരു ഗവൺമെൻറ് വേണം. അതിപ്പോൾ അമേരിക്കയെ കൊണ്ട് സാധിക്കില്ല. അമേരിക്ക അവിടെ അടുത്തൊന്നും അങ്ങനെ ഇടപെടാൻ സാധ്യമല്ല. പക്ഷേ അത് ഇന്ത്യക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവരുടെ അയൽവക്കക്കാരിൽ ഇന്ത്യക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ ഇടപെടും ഇന്ത്യ ഇടപെടുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് എനിക്ക് പറയാനുള്ള ഒരു അവകാശമുണ്ട്. ഒന്ന്, എൻ്റെ പ്രായമാണ്. രണ്ട്, ഞാൻ പലതും കണ്ടത് കൊണ്ടാണ്. ഇന്ത്യ ഇടപെടുന്നുണ്ട് എന്നാണ് എനിക്കറിയാം. ഇന്ത്യ അത് വളരെ നല്ല ബുദ്ധിയോടുകൂടെ, നല്ല മനസ്സോടുകൂടെ ഇന്ത്യ ഇടപെടുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത. അത് ഉണ്ടെന്നാണ് എൻ്റെ വ്യത്യാസം. പിന്നെ ഇപ്പോഴുള്ള ഗവൺമെൻറ്റിൻ്റെയും ഭരണകർത്താക്കളുടെയും ഒക്കെ അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് സഹായിക്കും. മാൽഡീവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നോക്കൂ, ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം നോക്കൂ. അപ്പോൾ അതൊക്കെ വളരെ നന്നായി വരുന്നൊരു ബന്ധമാണ്. ശ്രീലങ്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഇതിൻ്റെ അടുത്താണ് നമ്മൾ പ്രധാനമന്ത്രിയെ വന്ന് കണ്ടത്. അപ്പോൾ അതുപോലെ ഒരു പക്ഷേ ഇന്ത്യ ബംഗ്ലാദേശിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തെളിവുകളൊന്നുമില്ല. ഞാനിത് മനഃശാസ്ത്രത്തിൽ കൂടെ പറയുകയാണ്. ഇത് ഒരു ദേശത്തിൻ്റെ മനഃശാസ്ത്രത്തിൽ കൂടെ പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണല്ലേ ഇപ്പോൾ ചരടുവലികൾ നടക്കുന്നത്. എല്ലാ കൺട്രോളും ഏറ്റെടുത്തിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനം അവിടെ അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രസ്ഥാനം നിയന്ത്രിക്കുന്ന, ഇപ്പോൾ നോക്കൂ, യൂനുസ് ഒരു പാവയാണ്. അങ്ങനെയുള്ള ആൾ ഒരു വ്യക്തി ബംഗ്ലാദേശിൻ്റെ അധികാര സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ ഭാരതം പഴയതുപോലുള്ള ആ സഹകരണം നിലനിർത്തുമോ? ആ രീതിയിലുള്ള സഹായം, പഴയ രീതിയിലുള്ള സഹായം വീണ്ടും കൊടുക്കുമോ? ഇന്ത്യക്ക് അവരുമായിട്ട് എപ്പോഴും സഹകരിക്കും. ഇന്ത്യ നമ്മുടെ ശത്രുക്കളെ പോലും, ഉദാഹരണമായിട്ട് അഫ്ഗാനിസ്ഥാൻ, അന്ന് ശത്രുക്കളായി കണ്ടിരിക്കുന്ന അവരെയൊക്കെ, ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു മനസ്ഥിതിയാണ് ഉള്ളത്. അത് വേണ്ടി വന്നാൽ മാത്രമല്ലേ അവർ ചോദിക്കുകയുള്ളൂ. അവർ ചോദിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം നമ്മളിൽ നിന്ന് കിട്ടുന്ന ഈ സഹായം വേറെ ഒരു രാഷ്ട്രങ്ങളിൽ നിന്നും അവർക്ക് കിട്ടില്ല. അത് തീർച്ചയാണ്. അത് ബംഗ്ലാദേശികൾക്കറിയാം. പിന്നെ നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രമാണത്. അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പലർക്കും സാധിക്കും. പക്ഷേ ആ കിട്ടുന്ന സാമ്പത്തികമായുള്ള സഹായങ്ങൾ മുഴുവനും രാഷ്ട്രീയ നേതാക്കൾ തട്ടിയെടുക്കും. അതാണ് പാകിസ്ഥാന് സംഭവിച്ചത്. പാകിസ്ഥാൻ ഇപ്പോൾ എക്കണോമിക്കലായിട്ട് താഴെയാണെങ്കിൽ അതിന് കാരണം അവിടെയുള്ള അധികാരമുള്ളവർ ആ കാശെല്ലാം, അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന സഹായമെല്ലാം
അവർ സ്വന്തമാക്കി മാറ്റി എന്നുള്ളതാണ്. അതിന് കറപ്ഷൻ എന്നൊന്നും ഞാൻ പറയില്ല, അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതിവിശേഷം. പക്ഷേ ഞാൻ പറയുന്നത് സാധാരണ ജനങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ കൂടെയാണ്, അവരുടെ വീക്ഷണത്തിൽ കൂടെയാണ്. അവർക്ക് വളരെയധികം കഷ്ടപ്പാട് വരും. ആ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അവിടെ എങ്ങനെയാണ് ഇന്ത്യ ഇടപെടുക? ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ മാതിരി ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഇടപെടില്ല. കാരണം ഇന്ത്യക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള സംസ്കാരമുണ്ട്. ഒന്നാമത് അതിൻ്റെ കണ്ടിന്യൂം പ്രോസസ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വളരെ മുന്നിലാണ്, വളരെ മുന്നിൽ. അതിനെപ്പറ്റി എങ്ങനെയാണ് പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഒരിക്കലും പൊട്ടിപ്പോകാത്തൊരു ചങ്ങലയാണ് ഇന്ത്യ എത്രയോ വർഷങ്ങളായിട്ട്. ആ ശക്തി നമ്മൾ പല സ്ഥലത്തും പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് കഷ്ടപ്പെടുമ്പോൾ ബംഗ്ലാദേശിന് നമ്മുടെ സഹായം ആവശ്യം വരും. ആ സഹായം ആവശ്യം വരുമ്പോൾ അൺകണ്ടീഷണലായിട്ടുള്ള സഹായം കൊടുക്കാൻ തയ്യാറാവുന്നത് ഒരു പക്ഷേ ഇന്ത്യ മാത്രമായിരിക്കും. നമ്മൾ ഈ എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് വികസിപ്പിക്കുക എന്നുള്ള ആ സിദ്ധാന്തം നമുക്കുള്ളത്. ഒരിക്കലും എന്ന് ചുരുക്കത്തിൽ ഞാൻ പറയുകയാണ്, എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു സൂപ്പർ പവർ അല്ല, അതിനേക്കാളും വലിയ ഒരു സൂപ്പർ സ്റ്റേറ്റാണ്. ഇതിനെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്വഭാവം, അതിൻ്റെ ആ പ്രത്യേക തരത്തിലുള്ള ബോഡി ലാംഗ്വേജും മാനസികമായിട്ടുള്ള ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിന് കഷ്ടപ്പെടുമ്പോൾ സഹായം അഭ്യർത്ഥിക്കാൻ പറ്റിയ ഒരേ ഒരു രാഷ്ട്രം ഇന്ത്യ മാത്രമാണ്. അതായത് അതിന് പകരം അവരൊന്നും കൊടുക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നില്ല. അതേസമയം ബംഗ്ലാദേശിനെ വിഷമിപ്പിക്കാനും ഇന്ത്യക്ക് സാധിക്കും. പക്ഷേ ആ മനസ്ഥിതി ഇന്ത്യക്കില്ല എന്നാണ് ഞാൻ പറയുക. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും അവരൊക്കെ ഇന്ത്യക്കാർ തന്നെയാണ്, അവർക്കും ആ മനസ്ഥിതി വരും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ് അറ്റ് പ്രസൻറ്റ് എന്ന് പറയാം. പക്ഷേ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ വാച്ചിങ് ഞാൻ വിചാരിക്കുന്നത് എല്ലാം നല്ലതിലേക്ക് പോകുമെന്നാണ്. പിന്നെ രണ്ടാമതും ഇനിയും ഇതൊരു തുടർക്കഥയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ മുഹമ്മദ് യൂനസിനെ കൊണ്ട് ഇത് ഒരു രാഷ്ട്ര നേതാവ് എന്ന നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലരുടെയും സഹായം ആവശ്യമാകും.